ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എക്സിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള 4 സ്റ്റെപ്പുകളെ കുറിച്ചാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങളുടെ എക്സിനെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. എങ്കിൽ മാത്രമേ കറക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ. ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ എക്സുമായിട്ട് ഇനി ഏത് രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നതിനെ പറ്റി വളരെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും വേണ്ടത്, ചിലപ്പോൾ പഴയ രീതിയിലുള്ള ആ ഒരു ലവ് റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും വേണ്ടത്, ചിലപ്പോൾ എക്സിന് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു ക്ലാരിറ്റി ഉറപ്പുവരുത്തുക. എന്താണ് വേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് ആദ്യം ഒന്ന് എഴുതി നോക്കുക. എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ആ ഒരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒന്നിച്ച് സന്തോഷകരമായിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ്, ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ആ കാര്യങ്ങളൊന്ന് മനസ്സിൽ വിഷ്വലൈസേഷൻ ചെയ്യുക. അതെപ്പോഴാണ് ചെയ്യാൻ പറ്റുക? രാവിലെ എണീറ്റ ഉടനെയോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപോ ആണ് ചെയ്യേണ്ടത്. നിങ്ങളൊന്നിച്ച് സംസാരിച്ചിരിക്കുന്നതാവാം, ഒരു കഫേയിൽ സംസാരിച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹമാകാം, അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഹണിമൂണൊക്കെ പോകുന്നതാവാം. എന്ത് തന്നെയാണെങ്കിലും ആ പോസിറ്റീവായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ആ വിഷ്വൽസ് മനസ്സിലൂടെ വളരെ വ്യക്തമായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളതാണ്. വിഷ്വലൈസേഷൻ ചെയ്യുക, നൈറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിലൂടെ പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ പോകുന്നുണ്ടായിരിക്കാം. അവൾ ഇനി തിരിച്ചു വരുമോ, അവൾ അങ്ങനെ പറഞ്ഞതാണ്, അവളൊരു ഡിസിഷൻ എടുത്താൽ പിന്നെ മാറത്തില്ല, അല്ലെങ്കിൽ അവൾ അവളുടെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു ഇനി എൻ്റെ അടുത്തേക്ക് വരില്ല, ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ടൊക്കെ ഓരോരോ ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അവൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല, അതാണ് ഒരു ചിന്ത എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ മാറ്റണം. ആ ഒരു ബിലീഫ് സിസ്റ്റം മാറ്റാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക? ആ നെഗറ്റീവ് ചിന്ത ആദ്യം എഴുതുക, എന്നിട്ട് അതിനെ പോസിറ്റീവ് ആക്കി മാറ്റി എഴുതുക. എങ്ങനെയാണ് മാറ്റി എഴുതാൻ പറ്റുക? അവൾ എൻ്റെ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ ഓരോ നെഗറ്റീവ് തോട്ടിനെയും പോസിറ്റീവായിട്ടുള്ള രീതിയിലോട്ട് മാറ്റി എഴുതുന്ന സമയത്ത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ള ആ ഒരു ഫോർമാറ്റിലോട്ട് മാറ്റി എഴുതിയിട്ട് എന്ത് ചെയ്യണം? ആ പഴയ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെ കത്തിച്ച് കളയുക. പോസിറ്റീവായിട്ടുള്ള എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഡെയിലി നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുക. ഒരു 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ലിമിറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു തോട്ട്സ് ഒക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ്. അതുകൂടി ആവുമ്പോൾ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും. പിന്നെ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ലവ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് 21 ദിവസത്തെ തുടർച്ചയായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാമിൽ സെൽഫ് ലവ് ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ലവ് എനർജി മാക്സിമൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പുള്ളിക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നാനുള്ള ഒരുപാട് ലവ് റിലേറ്റഡ് ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് വഴി പുള്ളിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലോട്ട് കൊണ്ടുവന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടുന്ന രീതിയിലാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രോസസ്സുകളും ആ ഒരു കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലവ് മാസ്റ്ററി എന്നാണ് അതിൻ്റെ പേര്. അത് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ധാരാളം വശീകരണ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കുകളാണ് എല്ലാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. താല്പര്യമുള്ള ആളുകൾക്ക് കൂടുതൽ വിവരങ്ങൾ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലവ് മാസ്റ്ററി അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് 4ാമത്തെ സ്റ്റെപ്പ്. വളരെ പവർഫുൾ ആയിട്ടുള്ള കോഴ്സാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവും. അങ്ങനെ ബന്ധം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.